രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന പ്രചാരണത്തിൽ വിശദീകരണവുമായി സന്ദീപ് വാര്യർ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. താൻ ഒരു വർഷം മുൻപ് പങ്കെടുത്ത വിവാഹത്തിന്റെ പോസ്റ്റാണ് ദുരുപയോഗം ചെയ്യുന്നത്. പോസ്റ്റിന്റെ കാലം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിജീവിതയുടെ വിവാഹമോചനം സംബന്ധിച്ച രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് വീഡിയോയിലും സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തൊട്ടു പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐക്കാരാണ് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു പോസ്റ്റ് കൂടി സന്ദീപ് വാര്യരുടെ അക്കൗണ്ടിൽ നിന്നും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നത് സന്ദീപ്? അതായത് ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് സന്ദീപ് വാര്യർ ശരിയാണ്, ഇത് അതിജീവിതയുടെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അതിജീവിത ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ സന്ദീപ് വാര്യരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലൊരു വിശദീകരണം നൽകുമ്പോൾ കൂടുതലായി തന്നെ അതിജീവിതം ആരാണെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പോകുന്നത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും പ്രശ്നമുള്ളത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിന് താഴെ സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത്തരം ഒരു വിഷയം വരുമ്പോൾ മാത്രമല്ല ഈ അതിജീവിതയെ വലിയ രീതിയിൽ സൈബർ കൂട്ടങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സന്ദീപ് വാര്യരെ പോലുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരവധി ആളുകൾ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കൂടുതലായി സമൂഹത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ രീതിയിൽ ഒരു ജാഗ്രതാ കുറവ് സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും. അതായത് നിലവിൽ ഞാനിങ്ങനെ ഒരു മുൻപുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ നിന്നും ഉണ്ടായിരുന്നു. പിന്നെ പിന്നാലെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യറും ഈ കേസിൽ പ്രതിയാക്കപ്പെടുന്നത്. TS ഹരികൃഷ്ണ കൂടിയുണ്ട്. ഹരി, ഇപ്പോഴെന്തായാലും ഓരോരുത്തരായി പോലീസിന്റെ വലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അല്ലെങ്കിൽ അതിനുവേണ്ടി അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയെ ആക്രമിക്കാൻ തുനിഞ്ഞവർക്കെതിരെയൊക്കെ നടപടി എടുത്തു തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ AR ക്യാമ്പിലാണ് രാഹുൽ ഈശ്വർ നിലവിലുള്ളത്. എങ്ങനെയായിരിക്കും വിട്ടയക്കാനുള്ള ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ള നീക്കമായിരിക്കുമോ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുക? മറ്റാളുകളുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടോ സമാന്തരമായി എവിടെയെങ്കിലും, അതോ അവരെ എപ്പോൾ വിളിപ്പിക്കാനാണ് സാധ്യത? ഈ രാഹുൽ ഈശ്വർ കേസിലെ 5ാം പ്രതിയാണ്. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തതിന് ആ കേസിൽ FIRലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ AR ക്യാമ്പിലുള്ളത്. രാഹുൽ ഈശ്വറിനെ സൈബർ SPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ രാഹുൽ ഈശ്വറിനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് എത്താൻ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരണം എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു പോലീസ്. അതനുസരിച്ച് ആ ഉപകരണങ്ങളുടെ പരിശോധന കൂടി ഒരുപക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ അതിജീവിതയെ അപമാനിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ തന്നെ ഇപ്പോൾ FIRലെ വിവരങ്ങൾ പങ്കുവച്ചാൽ 5 പ്രതികൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ 1ാം പ്രതി രഞ്ജിത പുളിക്കനാണ്. പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് രഞ്ജിത പുളിക്കൻ. 2ഉം 3ഉം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഇതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ IT ആക്ട് പ്രകാരം IT ആക്ട് 4366, BNS 72, 79. ഇത് കൂടാതെ കൂടുതൽ വകുപ്പുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതനുസരിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ, അതായത് അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ വേഗത്തിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് അല്പസമയം കൂടി കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും അല്പസമയം കഴിയുമ്പോഴായിരിക്കും അതിലൊരു വ്യക്തത ഉണ്ടാവുക. എന്തായാലും ഒരു പെൺകുട്ടിയെ താനിങ്ങനെ പല തവണയായിട്ട് ബലാത്സംഗത്തിന് ഇരയായെന്നും തന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നും തന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചു എന്നും ആ സമയത്ത് നേരിട്ടിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ഓഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ആ പെൺകുട്ടിക്കെതിരെ ആക്രമണം നടത്തുന്ന, സൈബർ ഇടത്തിൽ ആ പെൺകുട്ടിയെ തീർത്തും അധിക്ഷേപിക്കുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ.